أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മഹാനവറുകൾ സജ്ജനങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്. എല്ലാ മനുഷ്യരെ ഇഷ്ടമായിരുന്നു. രാജാക്കന്മാർ, മന്ത്രിമാർ, ഭരണാധികാരികൾ, കൂടെയുള്ള ആളുകൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവങ്ങൾ. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അഹ്ലക ഫിർഔന ഹാമാൻ. ഫിർഔൻ നശിക്കാൻ കാരണം തന്റെ മന്ത്രിയായ ഹാമാനാണ്. ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മുഴുവനും കൈയടിക്കുകയും ആശീർവദിക്കുകയും ഈ ചെയ്യുന്ന തിന്മ നല്ലതാണെന്ന് പറയുകയും ചെയ്ത് കൂടെ നിൽക്കുന്ന ശിങ്കിടികളാണ് ഒരു മനുഷ്യനെ പഴപ്പിക്കുന്നത് എന്നർത്ഥം. ആ ആശയം പഠിപ്പിക്കാൻ ഫറോവയെ നശിപ്പിച്ചത് തന്റെ മന്ത്രി ഹാമാനാണ് എന്ന് പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ സജ്ജനങ്ങളുടെ കൂടെ ജീവിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവിശ്വാസികളെ, സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ് ഞാൻ ഓതാൻ പോകുന്നത്. ദീനിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന പരിഹാരമാണത്. ഒറ്റക്ക് നടക്കുമ്പോൾ അനാവശ്യമായത് കാണാനോ കേൾക്കാനോ അറിയാനോ ചെയ്യാനോ അവസരങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ സജ്ജനങ്ങളുടെ കൂടെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ, അള്ളാഹുവിലേക്ക് നമ്മളെ നയിക്കുന്നവരുടെ കൂടെ, അത് ഫിസിക്കലി അല്ലെങ്കിൽ തന്നെയും നമുക്ക് നല്ലൊരു പ്രഭാഷണം കേൾക്കുന്നു, ഒരു വാഴ് കേൾക്കുന്നു, സാരോപദേശം കേൾക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നു, നമ്മൾ സജ്ജനങ്ങളുടെ കൂടെയുള്ളതുപോലെയാണ്. എന്നാൽ ഒറ്റക്കിരിക്കുമ്പോൾ മറ്റ് പിശാചിന് ഇഷ്ടമുള്ള തിന്മകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ പിശാചുക്കളുടെ കൂടെ തന്നെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ സജ്ജനങ്ങളെ കൂട്ടുകാരായി വേണം. സജ്ജനങ്ങൾ, മുഅ്മിനീങ്ങൾ കൂട്ടുകെട്ട് വേണം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه واتبع هواه وكان أمره فرطا. പരിശുദ്ധരായ നബിയേ, അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും നിരന്തരം എപ്പോഴും ഓർക്കുന്ന സജ്ജനങ്ങൾ, അവര് പാവപ്പെട്ടവരായിരിക്കാം, അവരുടെ കൂടെ ക്ഷമിച്ച് ജീവിക്കണം നബിയേ. സജ്ജനങ്ങളുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. അവര് പാവപ്പെട്ടവരാണെങ്കിൽ തന്നെയും ക്ഷമയോടുകൂടെ മുത്തഖീങ്ങളായ മനുഷ്യരെ നിങ്ങളുടെ കൂട്ടുകാരായി കൊണ്ട് നടക്കണം. അവരാണ് നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടുത്തി തരിക. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്നവർ പറയുമായിരുന്നത്, അലൈക്കും ബിൽ ഇഖ്വാൻ ഫഇന്നഹും ഇസ്സുൻ ലക്കും ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് അഭിമാനം നൽകും നല്ല കൂട്ടുകാർ. അതുകൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം നമുക്കൊക്കെ, നല്ല കൂട്ടുകാർ. കഴിഞ്ഞ കാലം മറക്ക്, കഴിഞ്ഞ കാലത്തെ തിന്മകൾ മറന്നുകള, തൗബ ചെയ്യ്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്ക്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരു തരം അല്ലാഹുവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു തരം നല്ല കൂട്ടുകെട്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടുകെട്ട്, ആ സൗഹൃദ ബന്ധം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ ഫ്രണ്ട്ഷിപ്പ് ഉദ്ദേശിച്ച് സജ്ജനങ്ങളെ അവിടുത്തെ സദസ്സിലേക്ക് വിളിക്കുമായിരുന്നു. എന്നിട്ട് പറയും, എന്റെ സദസ്സ്, ഈ സദസ്സിൽ 3 കണ്ടീഷൻസ് ഉണ്ട്, 3 നിബന്ധനകൾ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓൺലൈൻ ജീവിതത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയകളിലെ ജീവിതങ്ങളിൽ ഈ നിബന്ധനകൾ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ പറഞ്ഞു, എന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ വരുമ്പോൾ ലാ തഗ്താബു വലാ തഈബു ഫീ മജ്ലിസി അഹദാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചും അരുതാത്തത് പറയരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചും നിങ്ങൾ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യരുത്. ഒരാളെയും അധിക്ഷേപിക്കരുത്. ഒരാളെ സംബന്ധിച്ചും പരദൂഷണം പറയരുത്. ഒന്നാമത്തെ നിബന്ധനയാണത്. 2, ലാ തതഹദ്ദസൂ ഫിദ്ദുനിയാ. ഈ ലോകത്തിന്റെ ചർച്ചകൾ എന്റെ സദസ്സിൽ വേണ്ട. പരലോകമാകട്ടെ ചർച്ച, മരണത്തിന് ശേഷമുള്ള ജീവിതമാകട്ടെ ചർച്ച. മൂന്നാമത്തേത്, അല്ലാ തംസഹു വഅന ജാലിസുൻ അബദാ. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തരം താഴ്ന്ന തമാശകൾ പറയരുത്.
നിങ്ങൾ തരം താഴ്ന്ന തമാശകൾ പറയരുത്. എന്റെ സദസ്സിലിരിക്കുമ്പോ ആരെയും കുറ്റം പറയരുത്. എന്റെ സദസ്സിലിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കണേ. ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. ആ നിബന്ധനയാണ് മഹാനവറുകൾ തന്റെ കൂട്ടുകാരോട് വെച്ചത്. ആ നിബന്ധന പാലിച്ചുകൊണ്ട് അവരവരുടെ സദസ്സിലിരിക്കുമ്പോൾ കഅന്നമാ അവർ എഴുന്നേൽക്കുന്നത് കഅന്നമം ഫന്നു അൻ ജനാസ ഒരു മയ്യത്തിന്റെ ജനാസ എടുക്കുന്ന സദസ്സ് പോലെയായിരുന്നു അത്. സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവാണ്. ഉമർ തങ്ങളുടെ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകൻ അബ്ദുള്ള, അവരുടെ മകൻ സാലിം മഹാനായ പണ്ഡിതനാണ്. അവരോട് പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, സാലിമേ എന്നെ ഉപദേശിച്ചതാ. വല്ലാത്തൊരു ഉപദേശം. അന്നൊക്കെ രാജാക്കന്മാർക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട്. പണ്ഡിതന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിക്കും, അവരോട് പറയും എന്നെ ഉപദേശിക്കേ. അവരങ്ങനെ ഉപദേശിക്കും. മരണത്തെക്കുറിച്ച് പറയും, പരലോകത്തെക്കുറിച്ച് പറയും. അത് കേട്ട് പൊട്ടിക്കരയും. ഹാറൂൺ റഷീദ് അങ്ങനെയാണ്, ഖലീഫ മൻസൂർ അങ്ങനെയാണ്. ബോധം കെട്ട് വീഴും. എനിക്കിനിയും പറഞ്ഞുതാ എന്ന് പറയും. സജ്ജനങ്ങളെ കൊണ്ടുവന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന സ്വഭാവം. സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു സാരോപദേശം കൊടുത്തുകൊണ്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ. അങ്ങനെയാണ് അന്നത്തെ ഭരണാധികാരിയെ വിളിക്കുക. യാ അമീറൽ മുഅ്മിനീൻ ലഖദ് തവല്ലൽ മുൽക ഖബ്ലക ഉനാസുൻ ثم سرعوا وها هي مصارعهم. നിങ്ങൾക്ക് മുമ്പും അധികാരം ഏറ്റെടുത്ത ആളുകളുണ്ട്, അവരൊക്കെ മരിച്ചുപോയില്ലേ? അവരുടെ ഖബറല്ലേ കാണുന്നത്? ഈ മീസാൻ കല്ലുകൾ അവരുടെ കഥയാണ് പറയുന്നത്. ഫൻദുർ ഇലൈഹാ ലിതറാ, നിങ്ങളൊന്ന് നോക്കവരെ, മണ്ണിലല്ലയോ കിടക്കുന്നത്? എത്ര നല്ല മെത്തകളിൽ കിടന്നുറങ്ങിയവർ, എത്ര നല്ല ആർഭാടങ്ങൾ ആസ്വദിച്ചവര്, എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്തവരെ, ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിച്ചവരെ, പാവപ്പെട്ടവരെ അടിച്ചൊതുക്കിയവരെ, സമ്പത്ത് കുമിഞ്ഞുകൂട്ടിയത്, എന്ത് കിട്ടിയവർക്ക്? ഹാദാ മസ്വാരിഉഹും, അവരുടെ ശരീരങ്ങൾ പുഴുക്കൾ തിന്നില്ലയോ? ശരീരം അളിഞ്ഞുപോയില്ലയോ? ദുർബലമായില്ലയോ? അധികാരം നഷ്ടപ്പെട്ടില്ലയോ? അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, فاحذر أن تكون مع المحبوسين في جهنم يوم يطلق العادلون. നീതി ചെയ്യുന്ന സജ്ജനങ്ങളായ ആളുകളെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിക്രമം ചെയ്ത ആളുകളെ അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ആ അതിക്രമം ചെയ്യുന്ന ആളുകളിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ എന്ന് മഹാനായ ഖലീഫയെ ഉപദേശിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ പേരക്കുട്ടി സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ കത്ത് കിട്ടിയപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ ലാ തജ്അൽനി മഅൽ മഹ്ബൂസീൻ യൗമ യുത്ലഖുൽ ആദിലൂൻ. നീതി ചെയ്യുന്ന ആളുകൾക്ക് നീ അല്ലാഹുവേ സ്വർഗപ്രവേശം ഒരു പ്രയാസവും കൂടാതെ നൽകുമ്പോൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ പോലും കാണാൻ കഴിയാതെ അതിക്രമം ചെയ്തതിന്റെ പേരിൽ, മനുഷ്യനെ ആക്രമിച്ചതിന്റെ പേരിൽ, മനുഷ്യനെ പരിക്കേൽപ്പിച്ചതിന്റെ പേരിൽ, മനുഷ്യന്റെ സമ്പത്ത് അന്യായമായി കൈയടക്കി വെച്ചതിന്റെ പേരിൽ, മനുഷ്യനെ നിസ്സാരമായി കണ്ടതിന്റെ പേരിൽ പിടിച്ചു വെക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ നാളെ. അല്ലാഹുവേ, നാളെ പിടിച്ചു വെക്കപ്പെടാതെ നിന്റെ സ്വർഗലോകത്തേക്ക് എത്തുന്നവരിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് എപ്പോഴും ദുആ ഇറക്കുമായിരുന്നു ഈ മഹാൻ. ചെറുപ്പക്കാരനാണ്. അധികാരം ഏറ്റെടുക്കുമ്പോൾ 40-ൽ താഴെയാണ് വയസ്സ്. 2.5 കൊല്ലമാണ് ഭരിച്ചത്. മരണം മറ്റൊരത്ഭുതമാണ്. നമുക്ക് വഴിയെ പറയാം. അല്ലാഹുമ്മ ലാ തജ്അൽനി മിനൽ മഹ്ബൂസീന യൗമ യുത്ലഖുൽ ആദിലൂൻ. അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ജീവിതം. പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നു. ഹജ്ജിന് പോയപ്പോ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ആളുകൾ പോകാൻ ഒരു തിടുക്കത്തിലാണ്, തിരക്ക് പിടിച്ചോടുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ ഭാഗം ആ അറഫ കഴിഞ്ഞ് മിനായിലേക്ക് മുസ്ദലിഫയിലേക്ക് പോകുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അറഫയുടെ ദിവസം സൂര്യാസ്തമയത്തിന് ശേഷവും അവിടെ തന്നെ ഇരിക്കുന്നു. ആളുകൾ വാഹനമെടുത്ത് പെട്ടെന്ന് പോകുന്നു. കുതിരയുള്ളവർ
ഒട്ടകമുള്ളവർ, കഴുതയുള്ളവർ വാഹനങ്ങളൊക്കെ ധൃതി പിടിച്ചു പോവുകയാണ്. അടുത്ത സ്റ്റേഷൻ മുസ്ദലിഫയിലേക്ക് പോവാൻ വേണ്ടി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ സമയത്ത് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറയുന്നു, ലാ വല്ലാഹ് ലൈസ സാബിഖുൽ യൗമ മൻ സബഖ ജവാദുഹു ഖൈലു. ഇന്ന് മുമ്പിലെത്തുന്ന ആള് കുതിര കൊണ്ടോ ഒട്ടകം കൊണ്ടോ മുമ്പിലെത്തുന്നവനല്ല. വലാകിന്ന സാബിഖ മൻ ഗുഫിറ ലഹു ഹാദൽ യൗം. ഇന്നത്തെ അറഫയുടെ ദിവസം ആർക്കൊക്കെയാണോ പാപമോചനം ലഭിച്ചത് അവരാണ് മുമ്പിലെത്തുന്നത്. വാഹനത്തിന്റെ സ്പീഡ് കൊണ്ടല്ല മുമ്പിലെത്തുന്നത്. വസ്സാബിഖൂന സാബിഖൂൻ വസ്സാബിഖൂന സാബിഖൂൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ ആളുകൾ, നന്മയിൽ മുൻകടക്കുന്നവരാരാണ്? പാപമോചനം കിട്ടിയവർ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. രാജാവാണ്, മുന്തിയതരം വാഹനങ്ങളുണ്ട്, കുതിരകളുണ്ട്. എല്ലാവരും ധൃതിപിടിച്ച് മുസ്ദലിഫയിലേക്ക് ഓടുമ്പോ ഓടാതെ അവിടെ തന്നെ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി, പടച്ചവനെ മാപ്പുതാ, പടച്ചവനെ മാപ്പുതാ, പടച്ചവനെ മാപ്പുതാ. നമ്മൾ ദുആരക്കാറുണ്ടോ? അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഓടാറല്ലേ പതിവ്? നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. നിസ്കാരം കഴിഞ്ഞുള്ള ഓട്ടം, നമ്മുടെ ധൃതിയും നമ്മുടെ ജോലി തിരക്കും കഴിഞ്ഞ് എപ്പോഴാണ് തമ്പുരാനോടൊന്ന് കയ്യൊക്കി ദുആ ചെയ്യാൻ പറ്റുന്നത്? ദുആ ചെയ്യുമ്പോഴേക്കും ഇസ്ലാമിനെതിരാണെന്നോ അത് ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ പറയുന്ന വേറെ ഒരു ഫിത്ന മറുഭാഗത്ത് മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉത്തരം ഉറപ്പായ ചില സമയങ്ങളുണ്ട്, നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ. ദുആക്ക് ഉത്തരം ഉറപ്പുള്ള സമയങ്ങളുണ്ട്. അതിലൊന്നാണ് അദ്ദുആഉ ഫീ ജൗഫിൽ ലൈലി, രാത്രിയുടെ അങ്ങറ്റത്ത് പ്രഭാതത്തിന്റെ തൊട്ടു മുമ്പുള്ള സുബ്ഹിക്ക് മുമ്പുള്ള സമയം, പാതിരാ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകിയിരിക്കും. വദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, ഫർളായ നിസ്കാരങ്ങളുടെ പിറകെ നിങ്ങൾ ഓതുന്ന, നിങ്ങൾ ചൊല്ലുന്ന, ദുആ ചെയ്യുന്ന ദുആഇന്, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദുആഉൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിനുത്തരമുണ്ട്. വദുആഉൽ മുസാഫിർ, യാത്രക്കാരൻ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നമ്മൾ ദുആർക്കാറുണ്ടോ? നമ്മളതിന് സമയം കണ്ടെത്താറുണ്ടോ? മനസ്സുകൊണ്ട് ആമീൻ പറയാറുണ്ടോ? പരിശുദ്ധമായ ഹജ്ജിന് പോയിട്ട് ധൃതി പിടിച്ചോടുകയല്ല. റൂമിലെത്തട്ടെ, എന്റെ റൂമിലെത്തട്ടെ, ഒന്ന് കുളിക്കട്ടെ, ഒന്ന് വിശ്രമിക്കട്ടെ. അല്ല അല്ല, അല്ലാമ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ ലം യനം ഇല്ലാ വഅന്നഹു കാന സാജിദ, മഹാനവറുകൾ ഉറങ്ങിയതുപോലും സുജൂദ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. മസ്റൂഖ് എന്നവർ ഹജ്ജിന് പോയിട്ട് നിവർന്നൊന്ന് കിടന്നിട്ടില്ലത്രേ. കിടത്തം പോലും സുജൂദ്, മുഴുവൻ സമയം ഇബാദത്ത്, ഉറങ്ങുന്ന ഉറക്കം പോലും സുജൂദിൽ കിടന്നുകൊണ്ടുറങ്ങിയ മഹാനായ അല്ലാമ മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഓർക്കുമ്പോ ലൈസ സാബിഖു മൻ സബഖ ജവാദുഹു വഖൈലു, ഇന്ന് രക്ഷപ്പെടുന്നവർ, മുമ്പിലെത്തുന്നവരെ, ആദ്യമെത്തുന്നവരെ, ആദ്യം വാഹനമെത്തുന്നവരല്ല. ഹറമിന്റെ അരികത്ത് തൊട്ടടുത്ത് താമസം കിട്ടിയോ? ഇതല്ല മുഅ്മിനേ പ്രശ്നം. കേരളീയ ഭക്ഷണം കിട്ടിയോ? ഇതല്ല ഹജ്ജിന്റെയും ഉംറയുടെയും വിഷയം. വലാകിന്ന സാബിഖ മൻ ഗുഫിറ ല, ആർക്കാണോ അവിടെ വെച്ച് പാപമോചനം ലഭിക്കുന്നത് അവരാണ് രക്ഷപ്പെട്ടവര്, അവരാണ് മുമ്പിലെത്തുന്നവര്. ഈ ഒരു ആശയം ലോകത്തെ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.